പേര് അനീറ്റ. ഞാൻ കോലഞ്ചേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ പ്ലേസ് കർണാടകയാണ്. ഞാൻ ഉടമ്പടി ഇവിടെ എടുത്തത് 2022 ഫെബ്രുവരി 10-നാണ്. ഉടമ്പടി പുതുക്കിയത് മെയ് 10-നാണ്. ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ്. ഷീസ് ഫ്രം കണ്ണൂർ. നൗ ഷീസ് ഇൻ UK. ഫ്രണ്ട് എന്നോട് പറഞ്ഞു കൃപാസനം എന്ന് പറഞ്ഞ പ്ലേസ് ഉണ്ട്, നീ അവിടെ പോകണം. എൻ്റെ OET കിട്ടുന്നില്ലായിരുന്നു, അതായിരുന്നു എൻ്റെ പ്രശ്നം. അപ്പോൾ അവൾ ഇവിടെ വന്നു, പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് OET കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു, മാതാവ് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ, അവിടെ തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ ഇവിടെ ആയാലും പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷേ അവളുടെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വരണമെന്ന്. ഞാൻ എന്നിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഇവിടെ വരാൻ പിന്നെയും മടിച്ചു. ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് ഐ റോട്ട് എക്സാം ബട്ട് ഐ ഡിഡ്ന്റ് ക്ലിയർ. അതിന് ശേഷം എനിക്ക് തോന്നി ഒന്ന് പോകുന്നതായിരിക്കും നല്ലതെന്ന്. അങ്ങനെ ഞാൻ ഫെബ്രുവരിയിൽ ഇവിടെ വന്നു. ഇവിടെ ഞാനൊരു പ്രേക്ഷിതനെ പരിചയപ്പെട്ട് ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു തീർത്ഥാടന ഉടമ്പടി എടുക്കണം, അതിനാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത്. അത് തന്നെയല്ല, നിങ്ങൾക്ക് കാശുരൂപം കിട്ടും, എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു. അപ്പം ഞാൻ അന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിനുശേഷം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞാനൊരു ഡേറ്റ് എടുത്തു. ഏപ്രിൽ 18-ന് ഞാൻ എക്സാം എഴുതും, അമ്മ എന്നെ സഹായിക്കണമെന്ന്. ഇതിന് മുന്നത്തെ ഒരു കാര്യം പറയുവാണെങ്കിൽ, ഞാൻ 12 പ്രാവശ്യം IELTS എഴുതിയതാണ്, എനിക്ക് കിട്ടിയില്ല. അതിനുശേഷം ഇതെൻ്റെ 6th അറ്റംപ്റ്റ് OET-യിലാണ് ഞാൻ ക്ലിയർ ചെയ്തത്. 4 പ്രാവശ്യം OET എക്സാം എഴുതി കിട്ടാതായപ്പോഴാണ് ഞാൻ കൃപാസനത്തിൽ വന്നത്. 5-ാമത്തെ തവണ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഡേറ്റ് എടുത്തു. എന്നിട്ട് റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് രാവിലെ ഞാൻ 5:30 അവിടെ നിന്ന് വിട്ട് 7 മണിയായപ്പോൾ ഇവിടെ എത്തി, കുർബാന പങ്കെടുത്തു, അച്ഛൻ്റെ ക്ലാസ്സും കേട്ടിട്ട് ഞാൻ റിസൾട്ട് നോക്കാൻ വേണ്ടി ഇരുന്നു. ഞാൻ ഇവിടെ ഇരുന്ന റിസൾട്ട് നോക്കുമ്പോൾ എൻ്റെ റൈറ്റിംഗ് പിന്നെയും പോയി 290. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. പക്ഷേ ഞാൻ അപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ എന്താ എനിക്ക് മാത്രം കിട്ടാത്ത, എത്ര ആയിരങ്ങൾ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നത്. എനിക്ക് ഒരുപാട് സങ്കടമായി, ഞാൻ ഒത്തിരി ഇരുന്ന് കരഞ്ഞു. അന്നേരം ഒരു സിസ്റ്റർ പറഞ്ഞു, അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ മതി, അമ്മ അതിനുള്ള മറുപടി തരുമെന്ന്. ഞാനിരുന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ റീവാലുവേഷന് കൊടുക്കാമെന്ന് വെച്ചു. റീവാലുവേഷൻ റിസൾട്ട് വന്നിട്ടും എനിക്ക് കിട്ടിയില്ല. 290 തന്നെയായിരുന്നു, ഒരു മാറ്റവും വന്നില്ല. പിന്നെ ഞാൻ ഓർത്തു ഇത് ഉപേക്ഷിക്കാം. ഇത്രയും പ്രാവശ്യം എഴുതി, ഫിനാൻഷ്യലി ഭയങ്കര സ്ട്രഗിളായി, എനിക്ക് ഒന്നും അങ്ങോട്ട് സെറ്റാകാൻ പറ്റുന്നില്ല. 2016 തുടങ്ങിയതാണ് ഞാൻ. മീൻവൈൽ എൻ്റെ കല്യാണം കഴിഞ്ഞു, 2 കുഞ്ഞുങ്ങളുമായി. പക്ഷേ എന്നാലും ഇതിൻ്റെ പുറകെ ആയിരുന്നു. സോ അതിനുശേഷം മെയ് 10-ന് ഞാൻ ഇവിടെ പിന്നെയും വന്നു, ഉടമ്പടി പുതുക്കി. ജൂൺ 11-ന് ഞാൻ ഡേറ്റ് എടുത്തു. അതിനുശേഷം ഞാൻ വീട്ടിൽ പോയിട്ട് ഒരു സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ചേച്ചിയുടെ സാക്ഷ്യം ഉണ്ടായിരുന്നു, ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിനെ പറ്റി. ഞാൻ ആദ്യം മുതലേ തെറ്റിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഉടമ്പടി പത്രം കൊടുക്കാൻ. ഭയങ്കര മടിയായിരുന്നു എനിക്ക്. ഞാൻ കൊടുക്കുമ്പോൾ ഓർക്കും അവരെന്ത് വിചാരിക്കും, അവർ എന്നിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുമായിരിക്കുമോ എന്നൊരു സങ്കടത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ പാലിച്ചു, 5 നിബന്ധനകൾ പാലിച്ചു, 1 മാത്രം വിട്ടു. അതിനുശേഷം ഞാൻ ഇപ്പോൾ എൻ്റെ എക്സാം എഴുതി. ഞാൻ ജൂൺ 11-ന് ഉടമ്പടി കാശുരൂപം ഞാൻ ഈ ഉള്ളം കയ്യിൽ വെച്ചിട്ട് പെൻസിൽ പിടിച്ച് ഈ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇരിക്കണത്. ഈ കയ്യിൽ തന്നെ, മറ്റേ കയ്യിൽ പോലും ഞാൻ മാറ്റി പിടിച്ചില്ല. അമ്മ, എനിക്ക് ഇത്രയും പ്രാവശ്യം ഞാൻ എഴുതിയതിൽ നിന്ന് ഈ അറ്റംപ്റ്റ് എനിക്ക് ഭയങ്കര ടഫായിരുന്നു. റൈറ്റിംഗ് ഭയങ്കര ടഫ്, സ്പീക്കിംഗ് ഞാൻ ഒന്നും പറയാൻ എനിക്ക് അങ്ങനെ പറ്റിയില്ല, ലിസ്ണിങ് ടഫായി, റീഡിങ് എനിക്കറിയത്തില്ല എന്ത് പറ്റിപ്പോയി ഈ പ്രാവശ്യമൊന്ന്. അതിനുശേഷം ഞാൻ പോയി എന്ന് തന്നെ ഉറപ്പിച്ചു. വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഒരു പ്രതീക്ഷയില്ല, ഇനി തന്നാൽ അമ്മ തരുന്ന റിസൾട്ട് ആയിരിക്കും എനിക്ക് ഉറപ്പാന്ന്. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഈ പ്രാവശ്യത്തെ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ കൃപാസനത്തിൽ പോയി അമ്മയുടെ മുന്നിൽ സാക്ഷ്യം പറഞ്ഞിട്ട് എൻ്റെ ഈ റിസൾട്ട് മറ്റാരും ഇവിടെ അറിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പേരൻസ് പോലും അറിഞ്ഞില്ല ഞാൻ എക്സാം എഴുതിയത്. എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞു, ഹസ്ബൻഡാണ് കൊണ്ടുപോയി വിട്ടത്. പിന്നെ ഒരു സുഹൃത്തും കൂടി അറിഞ്ഞു, കാരണം അവളാണ് എനിക്ക് ഈ പ്രാവശ്യം എക്സാം എഴുതാൻ പൈസ തന്നത്. അങ്ങനെ ഞാൻ എക്സാം എഴുതി. ഇന്നലെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. ഇന്നലെ എനിക്ക് വേറൊരു അവസരം കൂടി അമ്മ തന്നു, ഒരു ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാനും. 2 പത്രം എനിക്ക് 2 പേർക്ക് കൊടുക്കാൻ സാധിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തു. എനിക്കറിയില്ല, ഇന്ന് ഒരിക്കൽ റിസൾട്ട് വരില്ല. റിസൾട്ട് വരുന്നത് ജൂലൈ 1-നാണ്. ഇന്ന് 19 ഡേയ്സേ ആകത്തുള്ളൂ. ഇന്ന് രാവിലെ 10 മണിക്ക് നോക്കാൻ നേരത്തെ OET പോർട്ടലിൽ റിസൾട്ട് അവൈലബിൾ ആണ്. എനിക്ക് 4 B ഗ്രേഡ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, 4 B ഗ്രേഡ്. റീഡിങ്ങിന് 360 എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് എഴുതണം. അതിനുള്ള ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. എനിക്ക് അമ്മ തന്ന ഈ അനുഗ്രഹം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അമ്മ മാതാവിന് 1000 നന്ദി കരയറ്റുന്നു ഈ അവസരത്തിൽ. അതോടൊപ്പം അടുത്ത ഒരു നിയോഗം ഞാൻ വെച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ACC എക്സാമാണ്.
ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പല പ്രാവശ്യം എഴുതി റിസൾട്ട് ഒരു സബ്ജക്റ്റ് 2-3 തവണയൊക്കെ തോറ്റുപോയിട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം ലാസ്റ്റ് 2 സബ്ജക്റ്റ് പെൻഡിങ് ആയിരുന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. മമ്മിയും ഞാനും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ കോൾ വന്നു. ആ ടൈമിൽ വിളിക്കുന്നതേ അല്ല, ഒരു ആവശ്യമുള്ള ടൈമല്ല, 5 o'clock ടൈം, 5:30 ടൈമിൽ. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി OETയുടെ റിസൾട്ട്, ACCA റിസൾട്ട് വന്നിട്ടുണ്ടാകാം. യൂഷ്വലി മോർണിംഗ് ആണ് വരുന്നത്. ഞങ്ങൾ കോൾ എടുത്തില്ല. പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുഴുവൻ ചൊല്ലി തീർത്തിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു, മമ്മി എൻ്റെ ലാസ്റ്റ് 2 എക്സാമും ഞാൻ ക്ലിയർ ചെയ്തു, ACCA കംപ്ലീറ്റ് ആയി എന്ന്. അമ്മ മാതാവിന് 1000 നന്ദി. അടുത്തൊരു നിയോഗം, എൻ്റെ ബ്രദർ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. 2.5 വർഷമായിട്ട് അവിടെ ആയിരുന്നു. അവന് ലീവ് സാങ്ഷൻ ആകുന്നുണ്ടായിരുന്നില്ല ബിക്കോസ് ഓഫ് കൊറോണ. സോ ബോസ് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി നിബന്ധനയിൽ ആ കാര്യവും വെച്ചിട്ടുണ്ടായിരുന്നു. വിത്തൗട്ട് ഇവൻ ആസ്കിങ് അവർ ലീവ് സാങ്ഷൻ ചെയ്തു. April 10th അവൻ വീട്ടിലെത്തി. 1 മാസത്തോളം വീട്ടിലുണ്ടായിരുന്നു. May 10th ഹി ബാക്ക് ഹോം. അതിനുശേഷം ഒരെണ്ണമുള്ള നടുവേദന, എനിക്ക് രോഗസൗഖ്യം കിട്ടിയത് 6 വർഷമായിട്ട് എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു. എനിക്ക് ഒരു പണിയും ചെയ്യത്തില്ല, ഇച്ചിരി എന്തെങ്കിലും ചെയ്ത് അപ്പം നടുവേദന. അങ്ങനെ ആയിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി വെച്ചപ്പോൾ ആ പ്രാർത്ഥനയും വെച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്ത് തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഇങ്ങനെ ഓർക്കും, ഞാൻ നടുവേദന ഇല്ലല്ലോ എന്ന് അന്നേരം ഞാൻ വിചാരിക്കുന്നത്. കുറേ പണി ചെയ്തപ്പം ഞാൻ അറിഞ്ഞു പോലും ഇല്ല, അമ്മ എപ്പോൾ അത് എടുത്തു മാറ്റിയെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. ഇപ്പം എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് ചെയ്യാം, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. അടുത്ത ഒരു കാര്യം പറയാനുള്ളത്, ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെയാണ്. മോൾക്കിടെ കയ്യിൽ ബേണായി, എന്നിട്ട് ഞാൻ തൈലം തൂത്തു. ആ പാട് പോലും ഞാൻ കണ്ടില്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ ബേണായിരുന്നു. ആ പാട് പോലും പോയി. അത് നോക്കാനുള്ള ഒരു സാഹചര്യം പോലും കിട്ടിയില്ല. അതിന് മുന്നേ അത് ഫുള്ള് മാഞ്ഞു പോയി. പിന്നെ എൻ്റെ മോൻ്റെ വായിലാവും കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കാറ്റാടി പോലത്തെ ഒരു പൈപ്പിൻ്റെ ഇത് മേലെണ്ണാക്കിൽ കൊണ്ടു. അത് ആ കോംപ്ലിക്കേഷൻ ലീഡ് ചെയ്താൽ സംസാരശേഷി പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വൂണ്ടായിരുന്നു. അത് ഞാൻ തേൻ കൊടുത്തു. എനിക്കറിയത്തില്ല 2-3 ദിവസം ഉണ്ടാവുള്ളൂ. ഞാൻ 2 ദിവസം ഡെയിലി ശരിക്കും നോക്കി മുറി ഉണങ്ങുന്നുണ്ടെന്ന്. 3-4ാമത്തെ ദിവസം ഞാൻ നോക്കുമ്പോൾ ആ വൂണ്ട് അവിടെ ഇല്ല. പൂർണ്ണമായിട്ട് മാറ്റിയെന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ കൊണ്ടുവന്ന് പോലും പറയാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു ഇതായിരുന്നു. പിന്നെ വലുതും ചെറുതുമായ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നു. അത് അമ്മ തന്നത് തന്നെയാണ്. OETയുടെ കാര്യം മാത്രമേ എനിക്ക് നടക്കാതെ ഇത്രയും വൈകിയുള്ളൂ. പക്ഷേ ഇന്ന് എൻ്റെ അമ്മ അതും തന്നെ എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ലാസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഒരു ആൻറ്റിയുടെ മോൻ ദുബായിൽ ജോബിന് വേണ്ടി പോയി. 2 മാസമായിട്ട് ഒരു ജോബും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, മോൾ ഏതോ ഒരു കൃപാസനത്തിൽ പോകുന്നുണ്ടെന്ന് കേട്ടല്ലോ, അതിനെപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് മറ്റൊരാൾക്ക് അമ്മേനെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു അവസരം ഞാനത് ശരിക്കും മുതലെടുത്തെന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും നിയോഗങ്ങളെപ്പറ്റി എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു. അന്ന് ആ ആൻറ്റി 6 നിയോഗത്തിൽ ആദ്യത്തേത് മോൻ്റെ ജോബിൻ്റെ കാര്യം വെച്ച് പേപ്പറിൽ വെറുതെ എഴുതി, ശേഷം കണ്ണൂർ അങ്ങനെ എഴുതി വെച്ചു. എന്നിട്ട് രാത്രി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ പിറ്റേ ദിവസം രാവിലെ ജാക്സൺ ദുബായിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, മമ്മി എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു, ഒരു ക്വസ്റ്റ്യനും ചോദിച്ചില്ല, എന്നെ ജോബിന് സെലക്ട് ചെയ്തു എന്ന്. അത് അമ്മ തന്നത് തന്നെയാണ്. ആൻറ്റി ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ പറഞ്ഞതായതുകൊണ്ട് എൻ്റെയും സാക്ഷ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എനിക്കൊരു അത്ഭുതം ഇവിടെ നിന്നുണ്ടായി. ഞാൻ ഉടമ്പടി ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തു. താഴെ വന്നു. അവിടെ ബുക്ക് തരുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ ഒരു പേപ്പറിൽ ബുക്ക് തന്നപ്പോൾ ഞാൻ അതിനകത്ത് കാശുരൂപം കണ്ടു. ഇതിനു മുന്നേ ഞാൻ കാശുരൂപം കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. പക്ഷേ ഞാൻ ആ പേപ്പറിൽ കണ്ടു കാശുരൂപം. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നായിരിക്കും കാശുരൂപം കിട്ടണേന്ന്. അത് കഴിഞ്ഞ് ഇവിടുന്ന് പ്രദക്ഷിണം വഴി ഇവിടെ വന്നു. ഇവിടുന്ന് തൈലവും കാശുരൂപം വേറെ തന്നു. അപ്പം ഞാൻ വിചാരിച്ചു 2 കാശുരൂപം തരുമായിരിക്കുമെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരെണ്ണം മമ്മിക്കും കൊടുക്കാം. ഭയങ്കര സന്തോഷത്തിലിരുന്നു. ഞാനിത് എല്ലാം ബാഗിൽ കൃത്യമായിട്ട് വെച്ചു. അവിടെ പോയി ഇനി ബസ്സിലെല്ലാം എടുക്കുമ്പോൾ താഴെ പോകണ്ട, സെറ്റ് ചെയ്ത് വെക്കാൻ നോക്കുമ്പോൾ ഒരു കാശുരൂപം ഇല്ല. എനിക്കറിയത്തില്ല, മിസ്സായി പോയോ എന്ന് പേടിച്ചു പോയി. ഇനി എനിക്ക് കിട്ടത്തില്ലല്ലോ എന്ന് ഞാൻ ഓർക്കുവാണ്. പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, ഒരു കാശുരൂപം ഉള്ളതെന്ന്. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അമ്മ എൻ്റെ കൂടെ വന്നതാണ്. ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ ഒപ്പം ഇറങ്ങി വന്നതാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ആ കാശുരൂപം അവിടെ കണ്ടത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് 1000 കോടാനുകോടി നന്ദി ഞാൻ കരയേറ്റുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അമ്മ മാതാവിന് യേശുവയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം. മരിയൻ ഉടമ്പടി അല്ലെങ്കിൽ കൃപാസനത്തിലൂടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിനു മുമ്പിൽ നൽകിയ ഒരു മനോഹരമായ പ്രാർത്ഥനയാണ് മരിയൻ ഉടമ്പടി. മരിയൻ ഉടമ്പടി എന്ന് കേൾക്കുമ്പോൾ അത് ആ പേര് പോലെ തന്നെ അമ്മയാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. അമ്മയാണ് നമ്മളെ ക്ഷണിച്ചു കൊണ്ടുവരുന്നത്.
പക്ഷെ അമ്മ ക്ഷണിച്ചിട്ട് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, മനോഹരമായൊരു കാര്യമുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 2-5 തിരുവചനം. അവൻ പറയുന്നത് പോലെ ചെയ്യുക. അമ്മ ഒരാളെ ക്ഷണിച്ചിട്ട് അമ്മയിലേക്ക് മാത്രമല്ല, അമ്മയിലേക്ക് നോക്കുക എന്നല്ല അമ്മ പറയുക. അമ്മ പറയുന്നത് തിരുക്കുമാരനിലേക്ക് നോക്കണം, തിരുക്കുമാരൻ പറയുന്നത് അനുസരിക്കണം, അതിലൂടെ നൽകപ്പെടുന്ന നിബന്ധനകളെല്ലാം കൃത്യമായിട്ട് പാലിക്കണം, വിശ്വസ്തയോടെ പാലിക്കണം. അത് നിറവേറ്റിക്കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒരു കാര്യം മിസ്സായാൽ തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു വിഷയങ്ങളിൽ തടസ്സമുണ്ടാവും. അപ്പോൾ ഉടമ്പടി ബന്ധത്തിൽ നിലനിന്നുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതൽ പേരും തെറ്റിക്കാൻ സാധ്യതയുള്ളത് ഈ പത്രം കൊടുക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ വചനം പ്രഘോഷിക്കുന്ന കാര്യത്തിലാണ്. മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് പലപ്പോഴും ഈ പത്രം കൊണ്ടുപോയി കടകളിലൊക്കെ ഇട്ടിട്ട് ഒറ്റ ഓട്ടം ഓടും, മറ്റുള്ളവർ കാണുമ്പോൾ അതെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച്. പക്ഷേ പത്രം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ രോഗീ സന്ദർശനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മറ്റുള്ളവരെ സന്ദർശിക്കുകയും രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് ഈശോയുടെ വചനം പറഞ്ഞു കൊടുക്കുകയും അവരിലൂടെ ഈശോയുടെ സാന്നിധ്യമൊക്കെ മനസ്സിലാക്കാൻ ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ എല്ലാ മേഖലയും, ഏതെങ്കിലും തുറക്കാത്ത മേഖലകളുണ്ടെങ്കിൽ, നമ്മൾ സമർപ്പിച്ച ഏതെങ്കിലും കാര്യങ്ങൾ നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടക്കും. അപ്രകാരം നടന്ന ഒരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ സഹോദരി ഓൾറെഡി 12 തവണ IELTS എക്സാം എഴുതി പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ് 5 തവണ ഈ ഉടമ്പടി എടുക്കുമ്പോൾ 5 തവണ OET എഴുതിയിരുന്നു. അതുപോലെ തന്നെ അങ്ങനെ അതുപോലെ തന്നെ ഒത്തിരിയേറെ നിരാശയോടുകൂടി തന്നെയാണ് ആയിരുന്നത്. കാരണം മറ്റുള്ളവർക്കൊക്കെ ലഭിക്കുന്നത് എനിക്ക് മാത്രമൊന്നും കിട്ടുന്നില്ല. പക്ഷേ എവിടെയോ ഒരു തടസ്സമുണ്ടെന്ന് അറിയാം, പക്ഷെ അതെന്താണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധി വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അമ്മയോട് തന്നെ ചോദിക്കാനായിട്ട് പറഞ്ഞത്. അമ്മയോട് തന്നെ ചോദിച്ചപ്പോൾ അമ്മ വ്യക്തമാക്കി കൊടുത്തതാണ് ഈ കൃപാസനം പത്രം മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല. കാരണം ഈ കൃപാസനം പത്രത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അത് 120 സാക്ഷ്യങ്ങളാണ്. ഇന്ന് ഈ മാസം ഈശോ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ചെയ്തിട്ടുള്ള ഈശോ ചെയ്ത മാതാവ് ഈശോ ചെയ്ത അത്ഭുതകൃത്യങ്ങളുടെ വിവരണമാണ്, ദൈവവചനമാണ് അതിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ കർത്താവിനെയാണ് കൊടുക്കുന്നത്. അത് കൃത്യമായിട്ട് കൊടുക്കുമ്പോൾ കർത്താവ് അത്ഭുതകരമായിട്ട് അത് ഇടപെടും. അപ്പോൾ ഇത്രമാത്രം പരാജയത്തിൽ നിൽക്കുമ്പോഴും, ജോലിയില്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴും, ഉടമ്പടി ബന്ധത്തിലൂടെ പരിശുദ്ധ അമ്മ അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ കുറേയേറെ കാര്യങ്ങൾ പഠിപ്പിച്ചു. ഒന്നാമത് പഠിപ്പിച്ചത് ഈ നിബന്ധനകൾ കൃത്യമായിട്ട് പാലിക്കുക, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പാലിക്കുക. അതിൽ പത്രം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിച്ചു. അവിടെ ഈ പരീക്ഷ മാറ്റം, അതിൽ അവസാനത്തെ പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരുന്ന് പത്രം കൊടുത്തു കഴിഞ്ഞപ്പോൾ, ആ പത്രം കൊടുത്തതിന് പറ്റും ഇന്ന് രാവിലെ റിസൾട്ട് വന്നു. ആ റിസൾട്ടിൽ ഇതുവരെ എഴുതിയിട്ട് 5 തവണ എഴുതിയിട്ട് കിട്ടാത്തത് ഈ 6ാം തവണ OET എക്സാം കിട്ടി. അതുപോലെ തന്നെ ഹസ്ബൻഡ് ജോബില്ലായിരുന്നു, അതിനിടെ ഈ ഒരു ജോബിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് എക്സാം നടന്നിട്ട് അത് പലപ്പോഴും പരാജയപ്പെടും. പക്ഷേ ഉടമ്പടി ബന്ധത്തിൽ നിലനിന്നപ്പോൾ ഭർത്താവിന് ആ പരീക്ഷ പാസ്സാകാൻ സാധിച്ചു. അതുപോലെ തന്നെ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, അത് മാറ്റപ്പെട്ടു, ജോലി ലഭിച്ചു. പിന്നെ സഹോദരൻ്റെ തെറിച്ച് ദുബായിൽ നിന്ന് വരാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. ഇവിടെ ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ദൈവം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ കോവിഡിൻ്റെ ഒരു കാരണത്താലാണ് അത് വരാൻ പറ്റാതിരുന്നത്. പക്ഷെ അമ്മ മാതാവിനോട് തുറന്നു പറഞ്ഞപ്പോൾ അമ്മ മാതാവ് അവിടെ ചെന്ന് ഇടപെട്ടു. അവൻ ചോദിക്കാതെ തന്നെ, ആ സഹോദരൻ ഈ ബോസിനോട് ചോദിക്കാതെ തന്നെ അദ്ദേഹം ഇങ്ങോട്ട് വന്ന്, നീ ഇത്ര നാൾ ഇവിടെ വർക്ക് ചെയ്തില്ല, അതുകൊണ്ട് നിനക്ക് ഞാൻ ലീവ് തരുന്നു, നീ പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് 1 മാസത്തോളം ഇവിടെ ആയിരിക്കാനായിട്ട് ഇടപെട്ടു. അതുവരെ ചോദിച്ചിട്ട് കിട്ടാത്തത് ഇവിടെ ഉടമ്പടിയിൽ സമർപ്പിച്ചപ്പോൾ അമ്മ മാതാവ് അയാളുടെ മനസ്സ് തുറക്കുകയും അയാളിലൂടെ ഈ ഒരു മകനെ ഇവിടെ നാട്ടിലെത്താൻ സാധിച്ചു. നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മകളുടെ കൈ പൊള്ളിയപ്പോൾ അതിലൂടെ ഉടമ്പടി തൈലം ഉപയോഗിച്ചപ്പോൾ സംഭവിച്ച മാറ്റം, മകൻ്റെ കാര്യത്തിൽ വായിലുണ്ടായ മുറിവ്, അതിൽ ഉടമ്പടി തൈലം പൂശിയപ്പോണ്ടായ മാറ്റം, ഒത്തിരി അനവധി അനുഗ്രഹങ്ങളാണ് ഈ മകളിലൂടെ ഈശോയും അമ്മയും ചെയ്തു കൊടുത്തത്. കാരണം ഈശോയും അമ്മയും അത്രമാത്രം, സാധാരണ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്ത് ഉടനെ കിട്ടിയില്ലെങ്കിൽ ഫെഡപ്പ് ആവും, അല്ലെങ്കിൽ സമാധാനം നഷ്ടപ്പെടും, ചിലവരൊക്കെ ഇത് പാതുവഴിക്ക് നിർത്തും. എന്നാൽ ഇത്രയും നാളും ഈ ഉടമ്പടി ബന്ധത്തിലൂടെ നിലനിൽക്കാനായിട്ട് ഒരു ഉത്തമ ബോധ്യം നൽകി ഈശോയും അമ്മയും അനുഗ്രഹിച്ചു. അനന്തമായിട്ടുള്ള നന്മകൾ നൽകി അനുഗ്രഹിച്ചതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 കോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കരം പിടിച്ച് അവിടുത്തെ ആരാധിക്കാം.